Hello, I'm Caspro, the lucky mascot of CurryandSpicesRanjusOwn. Keep watching. ഇപ്പം നമ്മുടെ ഇഡ്ലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. റാഗി, 1 കപ്പ് റാഗി. ഞാനിത് റാഗി ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേസമയം നിങ്ങൾക്കിപ്പം റാഗി പൗഡർ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 200 ml ഗ്ലാസിൻ്റെ 1 കപ്പ്. അതേപോലെ തന്നെ 200 ml ഗ്ലാസിൻ്റെ 1 കപ്പ് റവ, നമ്മുടെ ഉപ്മാവിൻ്റെ റവയില്ലേ, സൂജി റവ, അതും 1 കപ്പ്. പിന്നെ തൈര് 1 കപ്പ്. ഈ 3 കാര്യങ്ങൾ ഞാൻ ഒരേ കപ്പിൽ തന്നെയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പ് എടുക്കുന്നോ ആ സെയിം കപ്പ് തന്നെ ഈ 3 എണ്ണത്തിനും യൂസ് ചെയ്യുക. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈനോയുടെ ഫ്രൂട്ട് സോൾട്ട് കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല, ഒരു 15-20 മിനിറ്റ്സ് ഒന്ന് അരച്ചിട്ട് നമ്മളതങ്ങ് ഇഡ്ഡലി ഉണ്ടാക്കുക ചെയ്യാം. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, എണ്ണ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി റാഗി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പം ഫുൾ റാഗി ആയതുകൊണ്ടാണ് അരക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം റാഗി പൊടിയാണെങ്കിൽ ഇപ്പം റാഗി പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. റാഗി നന്നായിട്ടൊന്ന് ഞാൻ അരച്ചു. റാഗി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി. ഇപ്പം അരക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. ഇനിയും റവ, തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പം കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർക്കാം. അങ്ങനെ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തു. ഇനിയും ഇതൊരു 10 to 15 മിനിറ്റ്സ്, 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്യാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കടുക് പൊട്ടിച്ചു. ഇനിയും ഉഴുന്നുപരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇഞ്ചിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് അപ്പം നമ്മുടെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനിയും ഈ കടുക് വറുത്ത ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിപ്പം ഇഞ്ചിയുടെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയൊക്കെ ചെയ്യാം. കൂടുതൽ ഇപ്പം ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, ഇഞ്ചി ഇങ്ങനെ ചെറിയൊരു കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം. അപ്പം ഉപ്പെല്ലാം ഒന്ന് നോക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോർമൽ ഇഡ്ഡലി ആണെങ്കിലും കുറച്ചൊരു എണ്ണ പുരട്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും. ഇനി നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി ഇവിടെ റെഡി. അങ്ങനെ നമ്മളുടെ റാഗി റവ ഇഡ്ഡലി ഇവിടെ റെഡി. ഇപ്പം ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.